കണ്ടില്ല. ചിരിക്കണേ നിനക്കെന്ത്? പാറുന്റെ ചിരി. പാറുവിന്റെ ചേച്ചിയാണല്ലോ ഞാൻ, അപ്പൊ ചിരി. ചിരിയല്ലേ? വാ ഇറങ്ങി വാ, ഇറങ്ങി വാ. നായികയും വില്ലനും കഥാകാരി ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. അളിയാ അളിയാ, നിന്റെ കയ്യിൽ ഞാൻ ഓടിക്ക് തോന്നി. അളിയാ ഓടി ഓടി, എവളാണ് എന്റെ കൊണ്ട് ജയിച്ചത്? ഓടി. വില്ലൻ വാ. അളിയാ അളിയാ, വില്ലനല്ല, സ്വഭാവ നടനാണ്. ചീത്ത സ്വഭാവ നടൻ. ഞാനൊരു കാര്യം പറയട്ടെ. മാതാ പിതാ അളിയൻ ദൈവം. അളിയൻ കഴിഞ്ഞിട്ട് ദൈവം പോലും ഇല്ല. ബോട്ട് ഞാൻ എത്ര നാട് കളിച്ചോണ്ട് നടക്കണ എന്റെ ബോട്ടാണ്. എനിക്ക് വയ്യ, എന്റെ ബോട്ട് മുക്കി കളഞ്ഞു. ഞാൻ എത്ര നാള് കളിക്കേണ്ടിരുന്നു എന്റെ ബോട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ നശിപ്പിച്ച് കളഞ്ഞു. അല്ല അളിയ അളിയ, ഇതുപോലൊരു ബോട്ട് അളിയന് ഞാൻ വാങ്ങിച്ചു തരാം. അവിടെ മാമ കൊണ്ടുവച്ചേക്കണം അവിടെ ബോട്ട്. എന്റെ ബോട്ട് കൊണ്ട് കളഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കികളെ എങ്ങനെ തോന്നിയ അളിയാണ്. ശ്രീകുട്ട മോനാടാ, എന്തെല്ലാം ചേച്ചി വാങ്ങിച്ചു തന്നിട്ടുണ്ട് മോന് കളിപ്പാട്ടങ്ങള് ഇല്ലേ? ബോട്ട് നീ എനിക്ക് കളിക്കാൻ തരാഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അളിയനെ കൊണ്ട് കളയാൻ പറഞ്ഞത്. ഏത് നേരത്ത് കളയാൻ തോന്നിയാന്തോ? ഇങ്ങർക്ക് എല്ലാം കിട്ടണതെല്ലാം വെള്ളത്തിൽ മുക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ലായിരുന്നടാ. അറിയിച്ചിട്ടെങ്കിൽ കൊടുക്കില്ലായിരുന്നു. കളിച്ചിരിച്ച് നടക്കേണ്ട എന്റെ പ്രായത്തിൽ എന്റെ ബോട്ടിനെ അന്വേഷിച്ച് അവിടെ എല്ലാം പോയി. എന്റെ ദൈവം, നിങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്ന് നശിച്ച് നിന്റെ സഹോദരിയെയും പിള്ളേരെ ഓർത്ത് ശ്രീകുട്ട എന്നെ ശമിക്കരുത്. ഇപ്പോഴേ ഞാൻ കുത്തു വളർത്തിരിക്കുകയാണ്. നിന്റെ ശാപം കൂടെ താങ്കളെ കഴിവെനിക്കില്ല. എങ്ങനെ തോന്നി എന്റെ ബോട്ടിനെ വെള്ളത്തിൽ മുക്കിക്കള. ശ്രീകുട്ട മോനെ, നിന്റെ മനസ്സ് ഒരു 10-30 വർഷം പുറകോട്ട് വിട്ടു. അളിയൻ ബോട്ടോട്ട് കിട്ടാ. ദേ വെള്ളം നിറച്ച് തിരി കൊളുത്തി ബോട്ട് സ്റ്റാർട്ടായി. തരാണോ? തരമാരാ
കുട്ടമ്പിള്ളേരെ മക്കളൊക്കെ തലയ്ക്ക് വെളിവില്ലാത്തത് തന്നെ.